ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്ന ആക്ച്വലി ബൂളിയൻ ഡേറ്റ ടൈപ്പുകളെ പറ്റിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ഡേറ്റ ടൈപ്പുകളെ പറ്റി പറഞ്ഞപ്പോഴത്തേക്കും ഈ ഒരു ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ഡേറ്റ ഉണ്ട് നമ്മൾ പറഞ്ഞില്ലായിരുന്നു. വേറെ ഒന്നും കൊണ്ടല്ല, ഈ ബൂളിയൻ ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ബിൽറ്റ് ഇൻ ഡേറ്റ ടൈപ്പ് അല്ല, റൈറ്റ്? അതെന്ന് പറയുന്നത് എന്താണ്? അതെന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് യൂസ് ചെയ്യുന്ന ഒരു ഡേറ്റ ടൈപ്പാണ്. ഓക്കെ, അപ്പോൾ ഈ ബൂളിയൻ ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ബേസിക്കലി ആ ഒരു അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള ഒരു ഫോം ഓഫ് ഡേറ്റ എന്ന് പറയുന്നത് ഐദർ ട്രൂ അല്ലെങ്കിൽ ഫോൾസ് എന്ന് പറയുന്ന തരത്തിലുള്ള രണ്ട് ഡേറ്റ അല്ലെങ്കിൽ രണ്ട് സ്റ്റേറ്റുകളെ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നമുക്കൊരു ബൂളിയൻ ടൈപ്പിലുള്ള ഒരു വേരിയബിൾ ഉള്ളെങ്കിൽ ആ ഒരു വേരിയബിൾ അല്ലെങ്കിൽ ആ ഒരു കണ്ടെയ്നറിന് ആക്ച്വലി രണ്ട് വാല്യൂസേ ഹോൾഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒന്നെന്ന് പറയുന്നത് ട്രൂ, രണ്ടാമത്തേന്ന് പറയുന്നത് ഫോൾസ്, റൈറ്റ്? അപ്പോൾ നമുക്കൊന്ന് ഒരു പ്രാക്ടിക്കൽ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഞാൻ ആക്ച്വലി എന്ത് ചെയ്യാൻ പോവാണ്, നമുക്കൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് രണ്ട് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. ഒന്ന് ട്രൂ എന്ന് പറയണം, ഫോൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോഗ്രാം എഴുതാം. ഹാഷ് ഇൻക്ലൂഡ് stdio.h old main. ഓക്കെ, ഇനി നമ്മൾ ബൂളിയൻ ഡേറ്റ ടൈപ്പ് ഇതിൻ്റെ അകത്ത് യൂസ് ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമുക്ക് എന്ത് ചെയ്യണം, ഇമ്പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ അതിനെ ലിങ്ക് ചെയ്യിക്കണം. സോ നമ്മൾ ബൂളിയൻ ടൈപ്പിലുള്ള ഡേറ്റ കിടക്കുന്ന ഒരു ഹെഡർ ഫയലാണ് ആക്ച്വലി std bool എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ നമ്മൾ എങ്ങനെ ഇമ്പോർട്ട് ചെയ്യും? ഹാഷ് ഇൻക്ലൂഡ് std bool.h, റൈറ്റ്? ഇങ്ങനെ ഇപ്പോൾ എന്താ സംഭവിച്ചത്? ഇനി നമുക്ക് ഡേറ്റ ടൈപ്പ് ഇതിൻ്റെ അകത്ത് അവൈലബിളാണ്. അപ്പോൾ ഇൻറ്റീജർ, അതുപോലെ തന്നെ ക്യാരക്ടർ, സ്ട്രിങ്, ഇൻറ്റീജർ, ക്യാരക്ടർ, അതുപോലെ തന്നെ ഫ്ലോട്ട് എന്നൊക്കെ പറയുന്ന ടൈപ്പ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ബൂളിയൻ അല്ലെങ്കിൽ ബൂളിയൻ്റെ അകത്തുള്ള ആ ഒരു ടൈപ്പ് ഓഫ് ഡേറ്റിനെ നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യണം? ബൂൾ എന്ന് പറയുന്ന കീവേഡ് വെച്ചിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണം. അതായത് ബൂൾ എന്നിട്ട് ഞാനിപ്പോൾ ഒരു വേരിയബിൾ കൊടുക്കുകയാണ് സ്റ്റേറ്റ്, അത് ട്രൂ ആയിരിക്കണം. ഞാൻ ചുമ്മാ ഒരു വേരിയബിൾ നെയിം കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക? ട്രൂ. അപ്പോൾ എന്താ ഇതാണ് സ്റ്റേറ്റ് ട്രൂ എന്ന് പറയുന്ന വേരിയബിൾ നെയിമിൻ്റെ അകത്തുള്ള ഡേറ്റ എന്താണ്? ട്രൂ എന്ന് പറയുന്ന ഒരു ഡേറ്റയാണ്. കാര്യം ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന ബൂൾ എന്ന് പറയുന്ന ഒരു ഡേറ്റ ടൈപ്പാണ്. അതുകൊണ്ട് തന്നെ അതിന് രണ്ട് വാല്യൂസ് ഹോൾഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ട്രൂ അല്ലെങ്കിൽ ഫോൾസ്. ഇനി നമുക്ക് ഫോൾസ് ആയിട്ടുള്ള ഒരു ഡേറ്റ ഒരു വേരിയബിൾ ഉണ്ടാക്കാം, റൈറ്റ്? ഫോൾസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, നമ്മൾ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുക. ആ വേരിയബിൾ ഹോൾഡ് ചെയ്യുന്നത് ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും, റൈറ്റ്? ഇനി നമുക്ക് ഇതിനൊന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം കൂടെ അറിഞ്ഞിരിക്കണം, അതായത് ഈ ബൂളിയൻ ടൈപ്പിലുള്ള വേരിയബിൾസ് അല്ലേ, അതായത് ഈ ബൂളിയൻ ടൈപ്പ് എന്ന് പറയുമ്പോൾ ട്രൂ ആണ് ഫോൾസ് ആണ് നമുക്കറിയാം. ഇതിനെ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ ഇൻറ്റേർണലി റെപ്രസെൻറ്റ് ചെയ്യുന്നത് 1 അല്ലെങ്കിൽ 2 എന്ന് പറയുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ 1 അല്ലെങ്കിൽ 2 എന്ന് പറയുന്ന തരത്തിലായിരിക്കും ഇൻറ്റേർണലി റെപ്രസെൻറ്റ് ചെയ്യണം. വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ട്രൂ ആൻഡ് ഫോൾസ് എന്ന് നമ്മൾ കൊടുത്താലും അതിനെ ഇൻറ്റേർണലി 1ഉം അതുപോലെ തന്നെ 0 എന്നായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യണത്. 1 എന്ന് പറഞ്ഞാൽ ട്രൂവും അതുപോലെ തന്നെ 0 എന്ന് പറഞ്ഞാൽ ഫോൾസ്, റൈറ്റ്? നമുക്കൊരു എക്സാമ്പിൾ ഞാൻ ഒന്ന് കാണിച്ചു തരാം. കാര്യം ഇതിനെ നമുക്ക് പ്രിൻറ്റ് ചെയ്ത് കാണിക്കാൻ നേരത്ത്, അല്ലെങ്കിൽ ഞാനിപ്പോൾ സ്റ്റേറ്റ് ട്രൂ എന്ന് പറഞ്ഞ് പ്രിൻറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ പ്രിൻ്റ് ആവുന്നത് 1 അല്ലെങ്കിൽ 1 എന്ന് പറയുന്നതാണ് അവിടെ ഉണ്ടാകുന്ന സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ. ട്രൂ എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. നിങ്ങളത് ശ്രദ്ധിച്ചോണം. അപ്പോൾ നമുക്ക് എങ്ങനെ പ്രിൻ്റ് ചെയ്യേണ്ടി വരും? അതിനെ നമുക്ക് %d എന്ന് പറയുന്ന ഒരു %d എന്ന് പറയുന്ന പ്ലേസ് ഹോൾഡർ വെച്ചിട്ട് നമുക്ക് അതിനെ റീപ്ലേസ് ചെയ്യേണ്ടി വരും. ഞാനൊരു സാമ്പിൾ കാണിച്ചു തരാം. പ്രിൻ്റ് എഫ്, അതിൻ്റെ അത് ഞാൻ എന്ത് ചെയ്യുക, %d, അതിൻ്റെ അകത്തേക്ക് ഞാൻ എന്ത് ചെയ്യുക, ഈ സ്റ്റേറ്റ് ട്രൂവിനെ പാസ് ചെയ്യും. ഓക്കെ, ഇനി നമുക്കൊന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. കണ്ടോ, 1 പ്രിൻറ്റ് ചെയ്ത കണ്ടോ? കാര്യം എന്താ? കാര്യം നമ്മൾ ട്രൂ എന്ന് കൊടുത്താലും ഇൻറ്റേർണലി റെപ്രസെൻ്റ് ചെയ്യണ 1 എന്നായിരിക്കും. അത് നിങ്ങൾ എസ്പെഷ്യലി ശ്രദ്ധിക്കണം. ഞാനിവിടെ ഒന്ന് എഴുതിയിട്ടേക്കാം. ഓക്കെ, ട്രൂ ആണെങ്കിൽ ഇൻറ്റേർണലി എന്താണ് റെപ്രസെൻ്റ് ചെയ്യുക? 1. അപ്പോൾ ഫോൾസ് ആണെങ്കിലോ 1. ഓക്കെ, അപ്പോൾ ഫോൾസ് ആണെങ്കിലോ ഇറ്റ് വിൽ ബി
0 കണ്ടോ. നമുക്ക് എന്ത് ചെയ്യാം, ആ ഫോൾസ് ഒന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. പ്രിൻറ്റ് ഫോൾസ്. ഞാൻ ആക്ച്വലി ഒരു അടുത്ത ലൈനിൽ പ്രിൻ്റ് ചെയ്യിക്കാം, അതുകൊണ്ടാണ് 10 എന്ന പോലെ വന്നത്. കണ്ടോ 1 0 വന്നുണ്ട്. അപ്പോൾ ട്രൂ എന്ന് പറയുന്ന 1ഉം ഫോൾസ് എന്ന് പറയുന്ന 0 എന്ന രീതിയിലുള്ള ഒരു ഇൻറ്റേർണൽ സ്റ്റേറ്റിലായിരിക്കും എന്ത് ചെയ്യുക, ഈ ബൂളിയൻ വാല്യൂസിന് ഉണ്ടാകുക, അല്ലെങ്കിൽ ബൂളിയൻ കണ്ടെയ്നർ ഹോൾഡ് ചെയ്യുക, റൈറ്റ്. അപ്പോൾ ഇതിന് വേറെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോൾ നമ്മുടെ കയ്യിലൊരു എക്സ്പ്രഷൻ ഉണ്ട്, ആ ഒരു എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുന്ന ടൈമിൽ അത് റിട്ടേൺ ചെയ്യുന്നത് ഈ ബൂളിയൻ ഡേറ്റ ടൈപ്പ് ആയിരിക്കും. അതായത് അത് റിട്ടേൺ ചെയ്യുന്ന 1 അല്ലെങ്കിൽ 0 എന്ന് പറയുന്ന തരത്തിലുള്ള ബൂളിയൻ ഡേറ്റ ടൈപ്പ് ആയിരിക്കും. ഞാനൊരു സാമ്പിൾ കാണിച്ചു തരാം. അതായത് ഇപ്പോൾ പ്രിൻ്റ് ഓഫ്, ഇവിടെ ഞാൻ %d കൊടുക്കുന്നു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുക, ഒരു എക്സ്പ്രഷൻ, ഇപ്പോൾ 5 is greater than 4 ഇങ്ങനെ ഞാൻ ഒന്ന് കൊടുത്തു. ഓക്കെ, ഞാൻ ഇതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യും, 2 പ്രിൻ്റ് ചെയ്യാൻ കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. 1 അതെന്താണെന്ന് മനസ്സിലായോ? 5 greater than 4 എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ ട്രൂ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റാണ് ഉണ്ടാകുന്നത്, റൈറ്റ്. അതുകൊണ്ടാണ് നമ്മളതിനെ പ്രിൻ്റ് ചെയ്യാൻ നേരത്ത് 1 എന്ന് പ്രിൻ്റ് ചെയ്തത്. ഓക്കെ, ഇനി ഞാനിവിടെ ഞാൻ എന്ത് ചെയ്യുക, 3 കൊടുത്താലോ, അപ്പോൾ ആ സ്റ്റേറ്റ് മാറും. അതെന്ത് സ്റ്റേറ്റാണ്, ഫോൾസും. അപ്പോൾ അതെന്താ റിട്ടേൺ ചെയ്യേണ്ടത്, ഇറ്റ് വിൽ ബി റിട്ടേൺ 0. കണ്ടോ, ഈ കമ്പ്യൂട്ടറിൻ്റെ അല്ലെങ്കിൽ നമ്മൾ പ്രോഗ്രാമിൻ്റെ ഏതൊരു എക്സ്പ്രഷൻ എടുത്താലും ഇറ്റ് ഷുഡ് ഹാവിങ് എ സ്റ്റേറ്റ്, അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് ഒരു ട്രൂ ആണോ ഫോൾസ് എന്നുള്ള കാര്യങ്ങൾ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക്കലി ബൂളിയനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇതാണ് ബേസിക്കലി എൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നേരെ നമ്മുടെ ഗ്രൂപ്പിൽ വരിക, അവിടെ ചോദിക്കാം. ഓക്കെ.